ഹായ്. ഡൽഹിയിലെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നിങ്ങളൊക്കെയും ന്യൂസ് ചാനലിൽ കൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ നടക്കുന്ന വിഷയമെന്ന് പറയുന്നത് നീറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് ചോദ്യപേപ്പർ ചോർച്ച വന്നിരുന്നു. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിനൊക്കെയും ഫീസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിലും നല്ലൊരു എമൗണ്ട് ഫീസിനാവും. അതല്ലാതെ ഇതൊരു കോച്ചിങ് സെൻറ്ററിൽ ഒന്നും പോവാതെ പഠിക്കുന്ന, വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. വലിയ സാമ്പത്തികമൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് ജീവിക്കണം, നമുക്ക് മറ്റാരുമില്ല എന്ന രീതിക്ക് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഈ മുന്നിലാണ് ഈ 28 ലക്ഷം രൂപ കൊടുത്ത് ഈ ചോർന്ന ചോദ്യ പേപ്പർ വാങ്ങാനായിട്ട് മറ്റാൾക്കാർ നിൽക്കുന്നത്. 28 ലക്ഷം രൂപയാണ്, ഒന്നും രണ്ടും അല്ല, 28 ലക്ഷം രൂപ. പക്ഷേ അതിനൊക്കെയും ആൾക്കാർ മേടിക്കാനും നിൽക്കുന്നുണ്ടല്ലേ. കാരണം അവർക്കൊന്നും സാമ്പത്തിക ഒരു പ്രശ്നമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ജയിച്ച് കണ്ടാൽ മതി. ഇതുപോലുള്ള ജയിച്ച് വരുന്ന ആൾക്കാരാണ് നാളെ ഓരോരുത്തരെയും ജീവൻ പോലും എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു ഡോക്ടേഴ്സ്, ഒന്നിനും അറിയാത്ത ഓരോ ആൾക്കാർ, സർജറി എന്താണെന്നോ അല്ലെങ്കിൽ ഒരു തരത്തിലും ഒന്നും അറിയാത്ത ആൾക്കാരെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പണത്തിൻ്റെയും പണമുണ്ട് അല്ലെങ്കിൽ ആൾബലമുണ്ട്, അവർക്കാണ് ഈ നാട് അല്ലെങ്കിൽ ഈ ഒരു നീതി ന്യായം എല്ലാം ഉള്ളത്. പണം ഉണ്ടെങ്കിൽ എന്തും ആവാം. പണം ഉണ്ടെങ്കിൽ ആരും എന്തും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനെതിരെ കുറച്ച് വിദ്യാർത്ഥികൾ ഇപ്പം സമരം നടത്തുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ള 20 പേര് ജീവൻ പൊലിഞ്ഞുപോയി. അപ്പോൾ അതിനെതിരെ ഈ ഒരു പ്രതിഷേധം നടക്കുകയാണ്. ആദ്യം സോനം വാങ്ചുങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രതിഷേധത്തിന് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതിന് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ CJPയും എന്ന പാർട്ടിയും വന്നിട്ടുണ്ട്. ഇതൊരു പാർട്ടിപരമായിട്ട് മാത്രം നിൽക്കുന്നൊരു പ്രശ്നമല്ല. ഇതിൽ പാർട്ടിയെക്കാളും ഉപരി ഇതൊരു ജനങ്ങളുടെ ആവശ്യമാണ്. ഇതിൽ പാർട്ടിപരമായിട്ട് ആരെയും കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, മറ്റ് ഏത് പാർട്ടികൾ വന്നിരുന്നാലും ഇത് പാർട്ടിപരമായിട്ട് പോകേണ്ടതല്ല. സപ്പോർട്ട് ചെയ്യാം, ആർക്കും ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. ഈ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ്. ആർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം, അത് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിനും അവകാശമുണ്ട്. പക്ഷേ ആ ഒരു നാട്ടിലിപ്പോൾ നടക്കുന്നത് എന്താ? ഈ വിദ്യാർത്ഥികളെയൊക്കെ അടിച്ചോടിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള പേടിയാണ് തോന്നുന്നത്. പട്ടികളെ പോലും ഇങ്ങനെ തല്ലാറില്ല. കടിക്കാൻ വരുന്ന പട്ടികളെ പോലും ഇതുപോലെ ആരും തല്ലാറില്ല. അത്ര ക്രൂരമായിട്ടാണ് അവരെ തല്ലി ചതയ്ക്കുന്നത്. എന്നിട്ട് വാ തുറക്കാതിരിക്കുന്നു. ആരെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്നിട്ട് അവർ പറയുന്ന ആവശ്യങ്ങൾ എന്താണ്? പ്രധാനമായിട്ടുള്ള ആവശ്യം അവിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് പറയുന്നത്. അയാൾക്ക് രാജിവെച്ച് പോകുന്നതാണ് ഇതിന് നല്ലത്. ഇത്രയധികം പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ ഇത്രയധികം പ്രതിഷേധങ്ങളും നടന്നിട്ട് ഒരു അല്പമെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ അയാൾ പണ്ടേ തന്നെ രാജിവെച്ച് പുറത്തു പോകുമായിരുന്നു. ഉളുപ്പെന്ന് പറയുന്ന സാധനം അയാൾക്കില്ല. അല്ലെങ്കിൽ കൂടെ ഉള്ളവർ പുറത്താക്കണമായിരുന്നു. അതും ചെയ്യില്ല. ഈ കുട്ടികളെന്ന് പറയുന്നത്, ഈ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് നാളത്തെ തലമുറയാണ്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക തന്നെ വേണം. ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പ്രമുഖ വ്യക്തികൾ അല്ലെങ്കിൽ സിനിമാക്കാർ അല്ലെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന് സംസാരിക്കുന്ന ആൾക്കാരെയെല്ലാം അവരെ മോശം പറയുന്ന ഒരു തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? ഇത് ഇന്ത്യ അല്ലേ? ആർക്ക് എന്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്? പറയുന്നവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണോ പറയേണ്ടത്? ഇതൊരു ഒറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാവരും ചെന്ന് നിന്ന് പൊരുതി നേടേണ്ട ഒരു വിജയമാണ്. ആരെങ്കിലും പറഞ്ഞാൽ പോലും ഉടനെ നിങ്ങൾ ആ പാർട്ടിയെ പിന്തുണയ്ക്കുന്നു, നിങ്ങൾ ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സംസാരമായി. എന്താണിത്? ഇവിടെ ഒരു പാർട്ടിയെ വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. ഇത് ജനങ്ങൾ ഇന്ന് നടപ്പാക്കേണ്ട ഒരു പ്രവൃത്തിയാണ്.
എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ വിദ്യാർത്ഥികൾക്ക് നേരെ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കണം. പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ അതിനെതിരെ വാ തുറക്കുന്നവരെ അടിച്ചമർത്തേണ്ട ഒരാവശ്യമില്ല. അവരെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിൽ അവരെ പറയേണ്ട ഒരാവശ്യമില്ല. മോഹൻലാലിൻ്റെ മോൾ ആ ഒരു പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞത് കൊണ്ടോ എന്താണ് അവരെ CJP എന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്നു എന്നാണോ പറയുന്നത്? പക്ഷെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പിന്തുണച്ചെന്ന് വരും. ഏത് പാർട്ടിയാണ് നല്ലതെന്ന് പറയുന്നത്? എല്ലാ പാർട്ടിയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏത് പാർട്ടി വന്നിരുന്നാലും ജനങ്ങൾക്കൊരു നല്ലതെന്ന് പറയുന്നത് എന്താണുള്ളത്? വരുന്നു, ഭരിക്കുന്നു, അവരുടെ കാര്യം കഴിയുന്നു, പോകുന്നു, വരുന്നു, ഭരിക്കുന്നു, അവരുടെ കാര്യം നടക്കുന്നു, പോകുന്നു. ഇത് തന്നെയാണ് നടക്കുന്നത്. പണ്ടൊക്കെ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തു പോകുന്നു. അല്ലാതെ പുതുതായിട്ട് എന്താണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മളത് ചെയ്യാം, ഇത് ചെയ്യാം, അത് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ വാഗ്ദാനങ്ങൾ ഇറക്കും. അത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. ഇപ്പതാ ഈ CJP എന്ന പാർട്ടി, ആ ഒരു കോക്രോച്ച് പാർട്ടി ആദ്യം ഒരു ആക്ഷേപ രൂപത്തിലൂടെയാണ് ചുമ്മാ ഒന്നും ഉണ്ടായത്. പക്ഷെ എന്നിരുന്നാലും യുവജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, തൊഴിലില്ലായ്മ, അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് അവർ ഈ ഒരു പാർട്ടി രൂപം കൊണ്ടത്. അവർ ഒരു വലിയൊരു പാർട്ടി പോലെ ഇപ്പോൾ രൂപം എടുത്തിട്ടുണ്ട് CJP എന്ന പാർട്ടി. അത്രയധികം യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ ഒറ്റക്കെട്ടായി നിന്ന് അതിലൂടെ പറഞ്ഞ് അതൊരു സപ്പോർട്ടിങ് ആയിട്ട് വന്നത് കൊണ്ടാണ് ഇതൊരിപ്പോൾ ഒരു വലിയ പാർട്ടി പോലെ ഇപ്പോൾ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ എന്തായാലും അത് കേൾക്കുക തന്നെ വേണം. അതിന് എത്ര വലിയ ആൾക്കാരായിരുന്നാൽ പോലും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് പെരുമാറണം. അവരാണ് നാളെ ഈ നാട് നയിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ മാത്രം ഇവിടെ ഇരുന്ന് ഭരിച്ചാൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രം ഇങ്ങനെ നീണാൾ വാഴുകയൊന്നുമില്ല. നാളത്തെ ഓരോ തലമുറയിലും ഓരോ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, എല്ലാ തരത്തിലും അവർ മുന്നേറി വരേണ്ടതാണ്. അവരേക്ക് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടാണ്? ഈ പോലീസുകാർ തള്ളിയിടുന്നു, അടിക്കുന്നു. ദൈവമേ, എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്! ഇന്നലെ സോഷ്യൽ മീഡിയയിലുള്ള ഫോട്ടോ കിടക്കുന്ന കണ്ടു, കൈയൊക്കെ ഭയങ്കരമായിട്ടുള്ള മുറിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണോ പോലീസുകാർ ചെയ്യേണ്ടത്? ഇപ്പൊ അതിനെതിരെ ഒരുപാട് വിദ്യാർത്ഥികൾ അവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് ഫുഡ് അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഫുഡും വെള്ളവും ചായകളും എല്ലാ രീതിക്കും. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. വിദ്യാർത്ഥികൾ എന്തായാലും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ വിഷയത്തിൽ അല്ലെങ്കിൽ BJP ആണ് എതിർ സൈഡെന്ന് അറിഞ്ഞിട്ട് പോലും ഹൃതിക് റോഷൻ ആയിക്കോട്ടെ, പ്രകാശ് രാജ് ആയിക്കോട്ടെ, അവരൊക്കെയും ഇറങ്ങി വന്ന് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സപ്പോർട്ടും എല്ലാം അവർ കാണിച്ചു കൊടുത്തതാണ്. പക്ഷെ അവരെയൊക്കെയും നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കുക തന്നെ വേണം. കാരണം അവരൊക്കെയും പ്രകാശ് രാജ് എന്ന് പറയുന്ന വ്യക്തി സിനിമാ ജീവിതത്തിലൂടെയാണ് നമ്മളൊക്കെയും ആദ്യമായിട്ട് കാണുന്നത് അവരെ. അപ്പോൾ ആ ഒരു വ്യക്തി ഇത്രയും താഴ്ന്നിറങ്ങി വന്ന് അവർക്ക് വേണമെങ്കിൽ അവരെ സുഖലോലുഭനായിട്ട് എവിടെയെങ്കിലും ചെന്നിരുന്ന് 2 വാക്ക് പറഞ്ഞിട്ടങ്ങ് പോവായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അയാൾ നല്ലൊരു രീതിയിൽ ആ ഒരു വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചു. നല്ലൊരു കാര്യമാണ്. ഹൃതിക് റോഷനും അതിന് നല്ലൊരു സപ്പോർട്ടായിട്ട് സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഈ എതിർ സൈഡ് BJP ആയതുകൊണ്ടാണ് മിക്കവരും മടിക്കുന്നത്. BJPക്കാർ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ തരത്തിലൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അവരോട് എതിർക്കാൻ പറ്റത്തില്ല, നാളൊരു കാലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു പേടിയും ഭയത്തിലുമാണ് മിക്കവരും മൂടിക്കെട്ടിയിരിക്കുന്നത്. പക്ഷേ കാലമൊക്കെ ഒരുപാട് മാറി. പണ്ടത്തെ രീതിയൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ പണം ഉണ്ടെന്ന് കരുതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നമ്മളെ അടച്ചാക്ഷേപിക്കുന്നവർക്ക് തിരിച്ച് ചോദ്യം ചെയ്യാനും തിരിച്ച് അവരോട് എതിർക്കാനുമുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീട്ടിലും പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെയൊക്കെ അവരെയൊക്കെ സമ്മതിക്കണം. പണ്ടൊക്കെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും മറുത്ത് പറയാത്തൊരു രീതിക്കാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടെ ധൈര്യശാലികളാണ്. നല്ല രീതിയിൽ അവർ പോരാടുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ പണ്ടും പോരാട്ടങ്ങൾ ഇല്ല എന്നല്ല, ഓരോരോ സമരത്തിലൂടെയും പ്രക്ഷോഭത്തിലൂടെയും തന്നെയാണ് ഓരോ ആവശ്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. അതിനേക്കാളും ഭയങ്കരമായിട്ടുള്ളൊരു
രീതിയിൽ ഇപ്പോൾ ഈ ഒരു വിഷയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ നീതി, അല്ലെങ്കിൽ അവർക്ക് ആ നീതി കിട്ടണം. സോനം വാങ്ചുങ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ആദ്യമൊക്കെ അയാൾക്ക് പഠിക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. പക്ഷെ പഠിച്ച ശേഷം അയാൾ സ്വന്തം നാടായ ലഡാക്കിലേക്ക് പോയി അവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. നമ്മളെന്ത് പറയാം, മറ്റേ 3 ഇഡിയറ്റ്സ് തമിഴ് സിനിമ, ദളപതി വിജയ്. അപ്പോൾ വിജയ് ചെയ്ത ആ ഒരു ക്യാരക്ടർ, ആ ഒരു രീതിക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സ്വന്തം നാട്ടിലുള്ള വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കണം എന്ന തരത്തിലേക്ക് അയാൾ ഇറങ്ങി വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾ എത്ര ദിവസം കൊണ്ട് നിരാഹാര സമരം നടത്തുന്നു. അയാളുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും വളരെയധികം കഷ്ടം തോന്നുകയാണ്. കാരണം എന്തുമാത്രം അയാൾ അവശത ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഒരു നീതി കിട്ടുന്നില്ല. ഈ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാർട്ടി എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയധികം പ്രക്ഷോഭങ്ങളും ഇത്രയധികം ബുദ്ധിമുട്ടുകളും ഉണ്ടായി. പക്ഷേ ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കോളും, എന്തെങ്കിലും ഒരു പ്രശ്നമോ ഇഷ്യൂ വരുമ്പോഴത്തേക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ ആയിക്കോളും. അതിൽ സത്യമുണ്ടോ ഇല്ലയോ, പക്ഷേ അതിനെതിരെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് അതവിടെ നടപ്പാക്കാൻ പറ്റുന്നില്ല? ഇത്രയധികം പ്രശ്നങ്ങൾ ജനങ്ങൾ പറയുമ്പോൾ, ജനങ്ങളാണ് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. ആ പ്രതിനിധികളെ തിരഞ്ഞെടുത്തതിന് ശേഷം ജനങ്ങൾ തന്നെ പറയുകയാണ് നമുക്ക് അയാൾ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എത്ര ദിവസമായി? അയാളൊന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ അയാൾക്കൊന്ന് മനസ്സറിഞ്ഞ് പുറത്തു പോകാൻ എന്തുകൊണ്ട് അയാൾ ശ്രമിക്കുന്നില്ല? ജനങ്ങൾ തന്നെയാണ് ഈ കണ്ട ആൾക്കാരെയൊക്കെയും കൊണ്ടുവന്നത്. ജനാധിപത്യ രാജ്യമെന്ന് പറയുന്നു. ജനങ്ങളെ തെരഞ്ഞെടുത്തവരാണ്. ജനങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നവരെ ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഇറക്കി വിടണം. കഷ്ടപ്പെട്ട് പഠിച്ച് വരുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഒരു വലിയ ഒരു അടി തന്നെയാണ് ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെതിരെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരെയും നമ്മൾ CJPയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്. സോനം വാങ്ചുങ്ങിനെ ഒരു സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എടുത്തുന്ന സമരത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വന്നതാണ് ഈ CJP പാർട്ടിയിലുള്ളവർ. അല്ലാതെ ഇതൊരു പാർട്ടിപരമായിട്ട് നിങ്ങൾ കൊണ്ടുപോവേണ്ട കാര്യമേ അല്ല. പാർട്ടിപരമായി ഒരു പാർട്ടിപരമായിട്ട് വരണ്ട. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അവർ ഇതിനെതിരായിട്ട് ഇതിന് ഒരു പോംവഴി കണ്ടെത്തുക തന്നെ വേണം. ഇത്രയും ദിവസം വാ മൂടി കെട്ടിയിരിക്കുന്നു. എന്തിനാണ് വാ മൂടി കെട്ടിയിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ BJP എല്ലാവർക്കും പേടിയാണ്. എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതി വരുത്തുന്ന ഒരു തരത്തിലേക്കാണ് BJPയെ എല്ലാവരും കാണുന്നത്. അപ്പോൾ അവർക്കെതിരെ സംസാരിക്കുന്ന ഇപ്പോൾ വിദ്യാർത്ഥികളെ കണ്ടില്ലേ? എന്ത് ക്രൂരതയാണ് അവരോട് കാണിക്കുന്നത്? എന്തുമാത്രം ക്രൂരത! അടിക്കുന്ന അടിയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ വേദന എടുക്കും. പോലീസുകാർക്ക് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടവർ ജനങ്ങളെ എടുത്തിട്ട് പെരുമാറുകയാണ്. ഇപ്പോൾ സപ്പോർട്ടീവായിട്ട് മിക്ക സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് സപ്പോർട്ടീവായിട്ട് ആൾക്കാരെത്തുന്നുണ്ട്. ഈ കണ്ട ആളുകളെയൊക്കെ അടിച്ചോടിക്കും തോറും ഇനിയും ആൾക്കാർ കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ അവിടെ. ഇതൊരു വലിയ പ്രക്ഷോഭത്തിലേക്കും വലിയൊരു നാളെ ഒരു കാലത്ത് ഇത് ഭയങ്കര ഒരു വിഷയമായിട്ട് മാറേണ്ട ഒരു പ്രവൃത്തിയായിരിക്കും. ഇത് പ്രവൃത്തി വരട്ടെ. കാരണം മാറ്റങ്ങൾ ആവശ്യമാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് നല്ല നാളേക്ക് വേണ്ടിയാണ്. നല്ലതിന് വേണ്ടി നല്ലത് മാത്രം നടക്കട്ടെ. പക്ഷേ ആരുടെയും ജീവൻ ഇത് കാരണം പോവാതിരിക്കട്ടെ. ആരുടെയും ജീവന് ഒരാപത്തും വരുത്താതെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രക്ഷോഭം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കണം. ആരുടെ ജീവനും ഒരാപത്തും വരാൻ പാടില്ല. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. അവരുടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ തൊഴിലില്ലായ്മകൾ അവർ പരിഹരിക്കണം. എല്ലാ തരത്തിലും ഒരു മുന്നേറ്റം കൊണ്ടുവരണം. അല്ലാതെ ക്ഷേത്രങ്ങൾ പണിതെന്ന് പറഞ്ഞിട്ടോ, ക്ഷേത്രങ്ങൾ നമ്മൾ ഇത് പൊക്കി പണിതെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല. ക്ഷേത്രങ്ങൾ മാത്രം പോരാ, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റണം. നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെയും ഏത് പാർട്ടിപരമായാലും ഏത് പാർട്ടിയായാലും അത് ചെയ്തു കൊടുക്കുക. ഏത് പാർട്ടി ഭരണത്തിന് വന്നാലും വിദ്യാഭ്യാസമാണ് ഏറ്റവും മുന്നിൽ വരേണ്ടത്.
അപ്പോൾ ഇനിയെങ്കിലും വാ തുറക്കേണ്ടവരൊന്ന് വാ തുറന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യമായി ഒന്ന് ചെയ്തു കൊടുക്കുക. ഇനി പറയുന്നവരെ രാഷ്ട്രീയപരമായി ഉപദ്രവിക്കാതിരിക്കുക. ഇവിടെ കേരളത്തിൽ പോലും ഒരു കിടക്കപ്പുറത്ത് ഇല്ലാത്തൊരവസ്ഥയാണല്ലോ ഒന്ന് വാ തുറന്ന്. ഇവിടെ ഒരുപാട് സിനിമാക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ വീടിന് മുന്നിൽ രാവിലെ ഒരു പാർട്ടി വരുന്നു, രാത്രി ഒരു പാർട്ടി വരുന്നു, പിന്നെ പ്രക്ഷോഭങ്ങളായി എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? നിങ്ങൾക്ക് തന്നെ നാണക്കേട് തോന്നുന്നില്ലേ? ഇവിടത്തെ പ്രശ്നങ്ങളല്ല ഇപ്പം കാണേണ്ടതെന്ന് പറയുന്നത്. ഇതൊരു വലിയൊരു ഒരു സമരമാണ്. ഇവിടുത്തെ നടക്കുന്ന ചെറിയ സമരം പോലെ അല്ല, അവിടെ നടക്കുന്നത് ഒരു വലിയ പ്രക്ഷോഭമാണ്. അതിനെതിരെ സംസാരിക്കുന്നവർക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ തുറന്നില്ല, നിങ്ങൾ എന്തിനാ അവിടെ പറയുന്നു? അത് ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? കാരണം ഞാൻ ഇന്ന് ചിലപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു വിഷയം പറഞ്ഞു, ചിലപ്പോൾ നാളെ ഞാൻ വേറൊരു വിഷയത്തിൽ ഞാൻ മിണ്ടത്തില്ല എന്ന് കരുതി എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നോ, എനിക്ക് പറഞ്ഞുകൂടായിക ഇല്ലെന്നോ എന്നല്ല. അവരന്ന് സംസാരിച്ചില്ല, അതുകൊണ്ട് ഇനിയും സംസാരിക്കാൻ പാടില്ല എന്നല്ല. അവർക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അവരും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് സിനിമയിൽ അഭിനയിച്ചെന്ന് കരുതിയോ, അല്ലെങ്കിൽ വല്ല പണം ഉണ്ടെന്ന് കരുതിയോ അവർ ഈ നാട് വിട്ടോ അല്ലെങ്കിൽ രാജ്യം വിട്ടോ ജീവിക്കുന്നവരും അല്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അവർ പറയുക തന്നെ ചെയ്യും. ഇനിയെങ്കിലും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളൊന്ന് നടപ്പായി കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ഒരാഗ്രഹം. നല്ല രീതിയിൽ അവരുടെ പ്രക്ഷോഭങ്ങളൊക്കെയും നല്ല ഒരു പ്രതിഷേധങ്ങൾ നല്ല രീതിയിൽ ഒന്ന് വിജയിപ്പിച്ചെടുക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. മറ്റാരുടെയും ജീവനൊരാപത്തും അനർത്ഥവും വരുത്താതെ നല്ല രീതിയിൽ ഒരു സമരം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അവരെ പുറത്താക്കുക തന്നെ വേണം. അയാൾക്ക് ഈ മന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനമേ വേണ്ട എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ.